പോയല്ലടാ ഏടാ അവന്റെ കൊണണ്ട എന്താടാ എന്താടാ എടാ എടാ 10 പേടി കത്തിയൊക്കെ വരുമ്പോ ടൈം എടുക്കും. മീറ്റിംഗ് അവന്മാര് മീറ്റിംഗ് ഇട്ടാ എക്സെപ്റ്റ് ആണ് നിന്റെ ഡുണ്ടുപോളൊക്കെ സർക്കെ ഡുണ്ടുപോളൊക്കെ ഓൾഡ് ടൗൺ എന്നൊക്കെ ചോദിക്കുന്നത് സർക്കില്ലല്ലേ ഡുണ്ടുമോള് ഗ്യാങ്ങിക്ക് അറിയാം. മതി മതി ഒരു മിനിറ്റ് ആയില്ലേ മീറ്റിംഗ് കേട്ടാ ബാക്കി ടൈം ഞാൻ പറഞ്ഞോളാം. ഓക്കെ നീയല്ല ഇത് മാരാസെൽവേടാ വെൽക്കം വെൽക്കം വെൽക്കം. ഹലോ 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 ഹായ് 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 ഹായ്. സുഖാണെന്നോ? എന്തൊക്കെയാണ് നടിപ്പിക്കുന്ന ലീഡറാണോ? കോലീഡറാണ്. പേര് ഇപ്പൊ ഇന്ന് ഒരു മിനിറ്റ് ഒന്ന് വരാം ജിടെക്സ്. ആൾക്ക് ബഗ്ഗാണ്. ഞാൻ ജിആർ അടിച്ചു വിട്ടിട്ട് ശരി ശരി കുഴപ്പമില്ല. അല്ല അഡ്മിനെ സിറ്റുവേഷൻ ഉണ്ട്. അയാള് എന്തൊക്കെയാണ് വന്നപ്പോഴേ ഓർമ്മ പോയേക്ക ടൈം ടേബിൾ ഒക്കെ എടുത്ത് വായിച്ചു. സിറ്റുവേഷൻ എന്താന്ന് വെച്ചാ പറ. ബ്രോ ഞാൻ TDT സ്പോണായപ്പോ കണ്ണാപ്പി വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഇടിച്ചെന്ന് പറഞ്ഞ് എന്നോട് വന്ന് കൊണച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ മര്യാദയ്ക്ക് സംസാരിക്കും, ഞാൻ എന്നോട് മര്യാദയ്ക്കല്ല സംസാരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ബ്രോ മൊത്തം പറയട്ടെ അപ്പൊ ഉടനെ കണ്ടീന്നൊക്കെ ഞാൻ തിരിച്ച് കണ്ടീന്ന് വിളിച്ചു. അതാണ് സിറ്റുവേഷൻ. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ ഇങ്ങനല്ല ബ്രോ ഇങ്ങനല്ല ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല മറ്റേ ഇവന്റെ കൂടെ ഉള്ള ഒരുത്തം വന്ന് ഗ്യാങ് വണ്ടി വന്നിടിച്ചു. അത് ഓൾറെഡി നമ്മൾ മറ്റേ അവന്മാരുടെ സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അതിന്റെ ഇടയ്ക്കാണ് വന്ന് ഇടിച്ചത്. അതായത് ബ്രോ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ബ്രോ എനിക്ക് അറിയത്തില്ലല്ലോ ബ്രോ ആരാ ഇടിച്ചെന്ന്. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഗ്യാങ് വണ്ടി ഇവിടെ റോഡിക്കുന്ന റോഡുണ്ട്. നിങ്ങൾ റോഡും കഴിഞ്ഞ് ആ മറ്റേ ഇതിന്റെ ഫെൻസ് ഇടിച്ച് കയറ്റിയാണ് വന്ന് നെഞ്ചത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് മറ്റേ TDP കയറുന്ന സ്ഥലമില്ല, അവിടാണ് കൊണ്ടിട്ടത് വണ്ടി. ചോദിക്കാമെന്ന് പറഞ്ഞില്ല, എന്നോട് എന്തിനാ ബ്രോ കൊണക്കിന് വന്ന്. നിങ്ങളെ ഗ്യാങ്ങിലെ മെമ്പർ ആണോ അല്ലേ? സമ്മതിച്ചു ചോദിക്കാന്നല്ലേ പറഞ്ഞേ. എടാ ഞാൻ വന്ന് കൊണച്ചെന്താണ് അവനെ എവിടെ കണ്ടാലും അവന്റെ ചെവിക്കല്ല് തീർത്ത് അടിക്കുമെന്ന് പറഞ്ഞു. എടാ ഞാൻ നിന്റെ നെഞ്ചത്ത് ഒരാൾ വണ്ടി കയറ്റുമെന്ന് വെച്ചോ, നീ അവനെ ക്ഷമിക്കോ? നിനക്ക് നിന്റെ നെഞ്ചത്ത് വണ്ടി കയറ്റുന്നതാണ് വേദന അതോ ഒരാൾ കർണത്തടിക്കുന്നതാണ് വേദന? ഇപ്പൊ എനിക്കറിയണം ബ്രോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ സംഭവം സംബന്ധിച്ച് നിങ്ങൾ ഹോസ്റ്റേജ് എടുത്ത് സംഭവം ഫിനിഷ് ആയി. അതിന്റെ അപ്പം മുമ്പോട്ടുള്ള കാര്യം ചിന്തിക്കുന്നതല്ലേ നല്ലത്. എന്ത് മുമ്പിലോട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഇവിടെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നതുകൊണ്ട് അല്ല സിറ്റുവേഷൻ അവന്റെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഇതിപ്പോ അവൻ എന്തോ പറ്റില്ല അന്തോണീസ് കണക്കാണ് കേട്ടാ. ഭയങ്കര ഡീസന്റ് മദർ തെരേസ കളിക്കല്ലടാ, മദർ തെരേസ കളിക്കല്ല നീ അങ്ങ് ഒരുപാട്. ഒരു മിനിറ്റ് ബ്രോ. ഹലോ മീറ്റിംഗ് വിളിക്കുന്നത് ഇപ്പൊ കോലീഡർ ആയിട്ടുള്ള ആൾക്കാർ വരുന്നത് എന്താ സിറ്റുവേഷൻ അവർക്ക് അറിയണം, മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മുടെ സൈഡിൽ നിന്ന് വണ്ടി പറഞ്ഞേക്ക്. ഓക്കെ, നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെ നെഞ്ചത്ത് വണ്ടി ആയിട്ട് ഇടിച്ചോണ്ടാണ്. അത് നിങ്ങളുടെ ഗ്യാങ് വണ്ടിയാണ് ഇടിച്ചത്, സിറ്റിസൺ വണ്ടിയല്ല. സോ ഗ്യാങ് ഡ്രസ് ഇട്ട് ഒരുത്തന്റെ അടുത്താണ് സംസാരിക്കണം. അപ്പൊ അവൻ റെസ്പോൺസിബിലിറ്റിയാണ്, അവൻ മര്യാദയ്ക്ക് സംസാരിക്കണം, മനസ്സിലായി? അവ അവിടെ കയറി കൊണച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും. നമുക്കിത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെ നെഞ്ചത്താണ് വണ്ടി കൊണ്ട് പറ്റിയത്, മനസ്സിലായോ? അവൻ വിളിച്ച് അവന്റെ റേഡിയോയിലുള്ള മെമ്പർ ആരാണെന്ന് കേൾക്കണം മര്യാദയ്ക്ക്, എന്നിട്ട് വേണം അവൻ കൊണക്കാൻ. അവൻ ചെയ്തത് എന്താണ്? അവ കൊണക്കണം ഡയറക്റ്റ് ആയിട്ട്. നീ ആരുടെ എന്നെ കൊണക്കാന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു കൊണക്കണം. നിങ്ങളുടെ ഗ്യാങ് മെമ്പർ ചെയ്തത് നിങ്ങളുടെ പാർട്ടി, നിങ്ങൾ MS13 അല്ലേ? ഒരു മെമ്പർ ചെയ്താൽ അത് ഗ്യാങ് മൊത്തം റെസ്പോൺസിബിലിറ്റിയാണ്, മനസ്സിലായോ? MS13 എന്തായിരുന്നു? ഓക്കെ, അത്രേ ഉള്ളു കാര്യം, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത്. ഇപ്പൊ തന്നെ അവൻ കണ്ടല്ലേ കൊണക്കുന്നുണ്ടില്ലേ? ഇതേപോലെ നമ്മുടെ സൈഡിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറയരുത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് വേറെ ആയിരിക്കും, നമ്മുടെ സൈഡിൽ നിന്ന് വേറെ ആയിരിക്കും. അത് പറഞ്ഞു തീർത്തല്ലേ ഇത് ചെയ്തേ. പിന്നെ ബ്രോ ഇത് കഴിഞ്ഞ് പറഞ്ഞേ ബ്രോ, മുതുക്കരെന്ന് പറഞ്ഞ അവാർഡുണ്ട്. അല്ല
നന്മത്തില്ലേ ബ്രോ പ്രീ കഴിഞ്ഞ് അല്ല ഓക്കെ വാർ ഇന്ന് പറ്റത്തില്ല ബ്രോ. അപ്പൊ നാളെ നാളെ 11 11:30. ടർഫുണ്ട്. 11 നിങ്ങൾ റെഡി ആയിട്ട് റേഡിയോയിലും എല്ലാം ശരി 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 ഓക്കെ ഓക്കെ. കുട്ടാ എന്താടാ ചുണ്ടില് ചിക്കൻ കറി കിടക്കുന്നേ പോയല്ലേടാ ഏടാ അവന്റെ കൊണണ്ട എന്താടാ എന്താടാ എടാ 10 കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താടാ തിന്നാനോ എടാ നീയല്ലടാ മൂഞ്ചി നിൽക്കുന്നത് ഗണ്ണും പോയി പഴം പോയിട്ട് എടാ കരയാടാ ചിക്കൻ കറി തുടച്ചിട്ട് കയറടാ ചിക്കൻ കറി തുടച്ചിട്ട് കയറാ ചിക്കൻ കറി തുടക്കടാ അങ്ങോട്ട് നീ അങ്ങോട്ട് ഉണക്കാതെ പോ വണ്ടി എടുത്ത് പോ തോറ്റാലും മിണ്ടായിരിക്കാൻ ഒരാളുടെ ട്രിഗറിംഗ് പോയിന്റ് ഒക്കെ നമുക്ക് അറിഞ്ഞൂടെ ചിക്കുറു നീ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു നീ ചോദിക്കാത്തോടെ അവസാനം ചോദിക്കേണ്ടി വന്നേ ഇല്ല മാന്യോട് സംസാരിച്ചോണ്ടിരിക്കല്ലോ അതാ പിന്നെ ഇടയ്ക്ക് വെച്ചൊന്നും ഇവനെത്തുന്ന ഒരു മാന്യത കാണിക്കരുത് അവന്റെ ഒക്കെ മാന്യത കണ്ടോ അവന്മാര് സംസാരിച്ച് ഞാൻ വെച്ചാൽ അവസാനം നമ്മള് തൊഴുതൊക്കെ ഞാൻ വിചാരിച്ച് വേണ്ട മാറ് വേണ്ടെന്ന് വരെ വിചാരിച്ചു ഒരു നിമിഷം ഇല്ല അതാണ് സംസാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്കറിയാണ്ട ഇവന്മാരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഇല്ല അവൻ വന്ന് ആദ്യമേ പറയാണ് കണ്ണാപ്പി വന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഡയറക്റ്റ് നമ്മുടെ തല്ലിട്ടാക്കാൻ നോക്കി രായണ്ണ പക്ഷെ അവിടെ അടിച്ച് വായി കൊടുത്തു കേട്ടാ രായണ്ണ അവിടെ അടിച്ച് വായി കൊടുത്തു അമ്മ അവന്റെ വായ അടഞ്ഞു പോയി. ഇനിയിപ്പോ എത്ര ഇനി നാളെ ഉള്ളല്ലേ അതിന് നാളെ എന്റെ കൊണയൊക്കെ കഴിഞ്ഞു വാറിന് അതിനെ പെട്ടാ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്റെ റോള് കഴിഞ്ഞു. എന്റെ റോൾ അത് വേറെ ആർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതും കൂടെ കാണുമ്പോ ഇനി C13 ഒന്നും വരുന്നില്ല C13 ഡിസ്പാൻഡ് ചെയ്ത് കൈലാസത്തിൽ പോയതായിട്ട് വരാം. കൈലാസ് RP ജോയിൻ ചെയ്തവര് ഇടുക്ക് സെർവർ ഇപ്പൊ അടിച്ചുറക്കിട്ട് വന്നേ ഉള്ളൂ. അല്ല എനിക്ക് ലോഡ് ആയിട്ടില്ല. എല്ലാവർക്കും പിന്നെടാ പിന്നെ ഒരുത്തന് വലിയ സുഹൃബന്ധ സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉള്ളു നമ്മുടെ മറ്റേ ന്യൂ ബോൺ ഫ്രീക്ക് ഇല്ലേ ഞാനാടാ ന്യൂ ബോൺ ഫ്രീക്കിന്റെ ഫ്രണ്ട് ന്യൂ ബോൺ ഫ്രീക്കിന്റെ ഫ്രണ്ട് വെച്ചാണ് ഞാൻ ഇവനെ പിടിച്ചോണ്ട് പോയത്. ആരെ ഹോസ്റ്റ് എടുത്തോണ്ട് പോയത്. ന്യൂ ബോൺ ഫ്രീക്കിന് അത് പിടിച്ചില്ല. ഭയങ്കര കുടുംബസ്നേഹം കാരണേ നേരെ ഇവരെ കണക്ട് ചെയ്യുന്ന മറ്റേ റേഡിയോ കണക്ട് ചെയ്യുന്ന ഇവരുടെ അടുത്ത് കാര്യം പറയുന്നു. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ സ്പോട്ടി ഒന്നും നോക്കിയില്ല സ്പോട്ടി ആ റേഡിയോ കയറാൻ കൊടുത്തു.